സ്നേഹം നിറഞ്ഞവരെ, നിങ്ങളുടെ വാർഡ് മെമ്പർ എന്നുള്ള നിലയ്ക്ക് ഒരിക്കൽ കൂടി നിങ്ങളോട് വിനയത്തോടു കൂടി വോട്ട് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങളുടെ ജനപ്രതിനിധി എന്ന നിലയിൽ കഴിഞ്ഞ 5 വർഷം കക്ഷി രാഷ്ട്രീയ ചിന്തകൾക്കതീതമായി മുഴുവൻ ആളുകളെയും ഒരു പരിഭവവുമില്ലാതെ ചേർത്ത് പിടിച്ച് പ്രവർത്തിക്കാൻ നിങ്ങളുടെ പിന്തുണയോടുകൂടി എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഈ പഞ്ചായത്തിലെ മറ്റു വാർഡുകളിൽ നിന്നും വ്യത്യസ്തമായി ഒരൊറ്റ റോഡ് പോലും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന അവസ്ഥ നമ്മുടെ വാർഡിനകത്തില്ല. ഗ്രാമപഞ്ചായത്തിൻ്റെ വലിയ സാമ്പത്തിക ബാധ്യത നിലനിൽക്കെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് മുഴുവൻ റോഡുകളും ഈ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് വ്യത്യസ്തമായി ഗതാഗത യോഗ്യമാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ 5 വർഷം എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ മറ്റ് ജനപ്രതിനിധികളെക്കാൾ കൂടുതൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നതൊരു പഞ്ചായത്ത് മെമ്പറുടെ പ്രവർത്തനമാണ്. ഈ വാർഡിൽ ഉൾപ്പെടെയുള്ള പഞ്ചായത്തിലേക്ക് വരുന്ന മറ്റ് വാർഡുകളിലെയും പ്രദേശങ്ങളിലെയും ആളുകൾക്കുൾപ്പെടെ അപേക്ഷ എഴുതുന്നത് മുതൽ പഞ്ചായത്തിൻ്റെയും സർക്കാരിൻ്റെയും ആനുകൂല്യങ്ങൾ വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾക്കപ്പുറത്തേക്ക് നിങ്ങളുടെ വോട്ട് വാങ്ങി വിജയിച്ച എനിക്ക് എല്ലാവരെയും ചേർത്ത് പിടിച്ച് അവരെ സഹായിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന ഒരു സംതൃപ്തി കൂടി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ എനിക്കുണ്ട്. മുൻ ജനപ്രതിനിധികളുടെ ദീർഘവീക്ഷണമില്ലായ്മ മൂലം മഴ പെയ്താൽ 6 മാസക്കാലം വെള്ളം കുത്തിയൊലിച്ച് കുട്ടികളും വലിയ ആളുകളും നടക്കുമ്പോൾ വഴുതി വീഴുന്ന ഏറ്റവും പ്രയാസം നിറഞ്ഞ ഒരു റോഡായിരുന്നു ഈ റോഡ്. ഇത് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി തൊഴിലുറപ്പ് പദ്ധതിയിലെ 5 ലക്ഷം രൂപയും പഞ്ചായത്തിൻ്റെ ശുചിത്വ മിഷനിലെ 5 ലക്ഷം രൂപയും ബ്ലോക്ക് പഞ്ചായത്തിലെ മണിമൂളി ഡിവിഷനിലെ ബ്ലോക്ക് മെമ്പറായിരുന്ന അനിജ സെബാസ്റ്റ്യൻ്റെ 5 ലക്ഷം രൂപയും ഉപയോഗിച്ചുകൊണ്ട് ഈ റോഡിൻ്റെ മുകൾ മുതൽ താഴെ ഭാഗം വരെ ഡ്രൈനേജ് ചെയ്ത് വെള്ളക്കെട്ടിൻ്റെ പ്രശ്നം പൂർണ്ണമായും നീക്കി ഈ പ്രദേശത്തെ ജനങ്ങളുടെ നൽകിയ വാഗ്ദാനം പൂർണ്ണമായും പാലിക്കുന്നതിന് വേണ്ടി ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നതിൽ ഞാൻ ഏറെ സന്തോഷിക്കുകയാണ്. ഈ പഞ്ചായത്തിലെയും സമീപ പഞ്ചായത്തിലെയും ജനങ്ങൾ ഒരു ബൈപ്പാസ് റോഡായി വരിക്കടവ്, എടക്കര ടൗൺ, മരുത, പാലേമാട് ഭാഗത്തേക്ക് യാത്ര ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ബൈപ്പാസ് റോഡാണ് ഈ റോഡ്. ഞാൻ ജനപ്രതിനിധിയായി വരുമ്പോൾ കുണ്ടും കുഴിയുമായി കാൽനട യാത്രയ്ക്ക് പോലും പ്രയാസപ്പെട്ട് കാലത്ത് നിന്ന് മുഖ്യമന്ത്രിയുടെ പ്രാദേശിക റോഡ് വികസന പദ്ധതിയിൽ നിന്ന് 25 ലക്ഷം രൂപ ഉപയോഗിച്ച് കുരിശുപടി ഇല്ലിക്കാട് റോഡ് ഈ പഞ്ചായത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ഒരു റോഡാക്കി മാറ്റുന്നതിന് എനിക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ വാർഡിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർഡാണ് ഇല്ലിക്കാട് കാപ്പുണ്ട റോഡ്. വളരെ ദയനീയമായിരുന്നു ഈ റോഡിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത്. പഞ്ചായത്തിൻ്റെ സംസ്ഥാന ഗവൺമെൻറ് കൊടുത്ത റോഡ് മെയിൻ്റനൻസ് പദ്ധതിയിൽ നിന്ന് 8,29,276 രൂപ ഉപയോഗിച്ചുകൊണ്ട് ഈ റോഡ് പൂർണ്ണമായും റീടാർ ചെയ്ത് ഇതിൻ്റെ ഇരുവശവും ഐറിഷ് വർക്കും പൂർത്തീകരിച്ച് വീതി കൂടിയ ഏറ്റവും നല്ല നമ്മുടെ പഞ്ചായത്തിലെ മറ്റ് എല്ലാ വാർഡുകൾക്കും മാതൃകയാവുന്ന ഒരു റോഡായി മിനി ബൈപ്പാസാക്കി ഈ റോഡിനെ മാറ്റുന്നതിന് വേണ്ടി ദീർഘവീക്ഷണത്തോടു കൂടി പ്രവർത്തിക്കാനും കഴിഞ്ഞു എന്നതിൽ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ ഏറെ സന്തോഷിക്കുകയാണ്. ഏത് സമയത്തും വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ പൊട്ടിപ്പൊളിഞ്ഞ് കടന്നൊരു റോഡാണ് SNDP വെള്ളാരംകുന്ന് റോഡെന്ന് പറയുന്നത്. ഈ എൻ്റെ വാർഡ് പരിധിയിലെ പഴയ പൈപ്പ് ലൈൻ പൂർണ്ണമായി മാറ്റി പുതിയത് സ്ഥാപിച്ച് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ റോഡ് മെയിൻ്റനൻസ് ഫണ്ടിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് SNDP അമ്പലം മുതൽ അൽഹസർ പള്ളി വരെ നല്ല കനത്തിൽ കോൺക്രീറ്റ് ചെയ്ത് ഈ റോഡ് ഗതാഗത യോഗ്യമാക്കി കൊടുക്കുന്നതിന് സാധിച്ചിട്ടുണ്ട്.
പഞ്ചായത്ത് ഓഫീസ്, പോലീസ് സ്റ്റേഷൻ, SNDP അമ്പലം, അതുപോലെ ഒരു ബൈപ്പാസായിട്ട് ഉപയോഗിക്കുന്ന ഈ റോഡ് മഴക്കാലത്ത് വെള്ളം കുത്തി ഒലിച്ച് ഏത് സമയവും പൊളിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു. ഞാൻ ജയിച്ചു വന്നതിന് ശേഷം വളരെ ദീർഘവീക്ഷണത്തോടു കൂടി ടാറിങ് മാറ്റി ഏകദേശം 27 ലക്ഷം രൂപ ഉപയോഗിച്ചുകൊണ്ട് ഈ റോഡ് കട്ട പതിച്ച് പൂർണ്ണമായും വിഷയം പരിഹരിച്ചുകൊണ്ട് നല്ല ഒരു റോഡാക്കി മാറ്റുന്നതിന് വേണ്ടി കൂടി സാധിച്ചിട്ടുണ്ട് എന്ന് ഈ നാട്ടിലെ ജനങ്ങളോട് അഭിമാനത്തോടെ എനിക്ക് പറയാൻ കഴിയും. ദീർഘകാലമായി ഈ വാർഡിനെ പ്രതിനിധീകരിച്ചു കൊണ്ടിരുന്നത് UDFന്റെ ജനപ്രതിനിധികളാണ്. കഴിഞ്ഞ 25 വർഷം ഈ പഞ്ചായത്ത് ഭരിക്കുന്നതും UDFന്റെ ഭരണമാണ്. ഈ വാർഡിൽ ഒരു ജനപ്രതിനിധിയായി ജയിച്ചു വന്നതിന് ശേഷം മുഴുവൻ ആളുകളെയും ചേർത്ത് പിടിച്ച് പ്രത്യേകിച്ച് ഒരു വാട്സപ്പ് ഗ്രൂപ്പ്, രാഷ്ട്രീയ പോസ്റ്റുകളോ മറ്റ് പോസ്റ്റുകളോ ഇല്ലാതെ മുഴുവൻ ആളുകൾക്കും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി പഞ്ചായത്തിൻ്റെയും സർക്കാരിൻ്റെയും എല്ലാ വികസന പ്രവർത്തനങ്ങളും ആനുകൂല്യങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നന്നായി ഇടപെടുന്നതിന്, വാർഡിലെ ജനങ്ങൾക്ക് ഉപകരിക്കുന്നതിന് വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചത് മുതൽ നിങ്ങളുടെ ഇടയിലൂടെ നിങ്ങൾ വിളിച്ചാൽ ഏത് സമയത്തും ഓടിയെത്തി പ്രവർത്തിക്കുന്നതിന് എനിക്ക് സാധിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഞാൻ ഏറെ സ്നേഹിക്കുകയാണ്. നിങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയാണ് നിങ്ങൾ എന്നോട് പെരുമാറിയിട്ടുള്ളത്. ഞാൻ ചെയ്തു വെച്ച പ്രവർത്തനങ്ങൾ ശക്തിയായി തുടർന്നു കൊണ്ടുപോകുന്നതിന് ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന അസ്ന ചെങ്ങമ്പള്ളിയെയും, ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ജയകൃഷ്ണൻ മാസ്റ്ററെയും, ജില്ലാ ഡിവിഷനിലേക്ക് മത്സരിക്കുന്ന അഡ്വക്കേറ്റ് ഷൊറോണ റോയിയെയും നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകി ബഹുഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. കഴിഞ്ഞ കാലത്തെ പോലെ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ നിങ്ങളുടെ കൂടെ, നിങ്ങളുടെ സുഖദുഃഖങ്ങളിൽ പൂർണ്ണമായും ഞാൻ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകുകയാണ്.